السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ ആമുഖത്തേക്ക് ഒന്നും പോകുന്നില്ല. ഇവിടെ സംസാരിക്കേണ്ട വിഷയം മൂന്ന് വിഷയങ്ങളാണ്. ഒന്ന് കണ്ണേറ്, രണ്ട് ശകുനം, മൂന്ന് റുഖിയ അഥവാ മന്ത്രം. അതിൻ്റെ ഇസ്ലാമിക രീതിയും വിധിയും എന്തൊക്കെയാണ് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. ഈ കണ്ണേറ് എന്ന് പറയുന്ന ഏർപ്പാട് ഖുർആനിലോ സുന്നത്തിലോ തിരഞ്ഞാൽ കാണൂല. കാരണം കണ്ണേറിൻ്റെ അത് സംഭവിക്കുന്നത് അദൃശ്യമായ നിലയിലാണ്, ദൃശ്യമായ നിലക്കല്ല. ദൃശ്യമായ നിലയിൽ ഖൈറും ഷെറും ചെയ്യാൻ അല്ലാഹു മനുഷ്യന് കഴിവ് കൊടുത്തിട്ടുണ്ട്. വതആവനൂ അലൽ ബിർരി വത്തഖ്വ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിൻ്റെയും സൂക്ഷ്മതയുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. പാപത്തിൻ്റെയും ശത്രുതയുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്, സഹായിക്കരുത്. ഇതാണ് ഖുർആൻ പറയുന്നത്. അപ്പം കണ്ണേറ് എന്ന് പറയുന്നത് അദൃശ്യമായ നിലയിൽ ഒരാൾക്ക് ഷെറ് ചെയ്യുക എന്നതാണ് കണ്ണേറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കണ്ണേറ് ഖുർആനിലും സുന്നത്തിലും പറയുന്നില്ല. കണ്ണേറ് എന്ന് പറയണമെങ്കിൽ റമ്യൽ ഐന്, കണ്ണ് എറിയ, അത് സാധാരണ സംഭവിക്കുന്ന ഒരു സംഭവമല്ല. ഈ ലോകത്ത് ഇന്നേ വരെ കണ്ണേറ് കൊണ്ട് കണ്ണെറിഞ്ഞിട്ട് ഒരാൾക്കും ഒരപകടം സംഭവിച്ചിട്ടില്ല. പിന്നെ ഇസ്ലാം പഠിപ്പിച്ചത് എന്താ? അസൂയ കണ്ണാണ്. അതിൽ നിന്ന് ശരണം തേടാനാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത്. ഖുർആനും അത് തന്നെയാണ് പറയുന്നത്. കണ്ണേറിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും പറയുന്നില്ല, തിരുസുന്നത്തിലും പറയുന്നില്ല. സൂറത്തുൽ ഖലം 51-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, വൈൻ യഖാദുല്ലദീന കഫറു ലയുസ്രിഖൂക ബിഅബ്സാരിഹിം. നിഷേധികളായ ആളുകൾ താങ്കളെ ഇടറി വീഴുമാറാക്കിയിരിക്കുന്നു. ബി അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട്. ലമ്മാ സമീഉൽ ദിക്റ, എപ്പോൾ അവർ ഖുർആൻ കേട്ടപ്പോൾ, ദിക്ർ കേട്ടപ്പോൾ. അപ്പം പ്രവാചകൻ ഖുർആൻ ഓതുമ്പോൾ ശത്രുക്കൾ പ്രവാചകൻ വീഴുന്ന തരത്തിലുള്ള നോട്ടം നോക്കിയിരുന്നു. അസൂയ നിറഞ്ഞ നോട്ടം. അതിന് ഇമാം ഇബ്നു കസീർ കൊടുക്കുന്ന അർത്ഥം, ഇബ്നു കസീർ വെറുതെ കൊടുക്കല്ല, ബുഖാരിയും മുസ്ലിമും അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തഫ്സീർ ഇബ്നു കസീർ 4-ാം വാല്യം 409-ാം പേജിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത്, യഹ്ശദൂന ലിബുഗ്ളിഹിം ഇയ്യാക, താങ്കളോടുള്ള കോപം കാരണം അവർ താങ്കളോട് അസൂയ കാണിക്കുന്നു എന്നാണ്. അത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് അബൂ ഹുറൈറയിൽ നിന്ന്. ഇനി ഖുർആനിൽ വേറൊരു ആയത്ത്, വൻ ശരി ആശിദിനിരാശത്, അസൂയാലും അസൂയ കാണിക്കുമ്പോൾ അതിൻ്റെ ഷെറിൽ നിന്നും അള്ളാഹുവോട് ഞാൻ രക്ഷ തേടുന്നു. സൂറത്തുൽ ഫലഖിലെ 5-ാമത്തെ വചനം. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ കണ്ണേറിൽ നിന്നല്ല രക്ഷ തേടുന്നത്. ഒമിൻ ശരി ആശിദിനിരാശത, അസൂയ കാണിക്കുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഷെറിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചാണ്? അസൂയയെക്കുറിച്ചാണ്, കണ്ണേറിനെ കുറിച്ചല്ല എന്ന് ഇമാം ഷൗക്കാനി ഫത്ഹുൽ ഖദീർ 5-ാം വാല്യം 521-ാം പേജിലും, ഇമാം ഖുർത്തുബി അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ 20-ാം വാല്യം 177-ാം പേജിലും, ഇമാം ഇബ്നു തൈമിയ ദഖായിഖു തഫ്സീർ 6-ാം വാല്യം 497-ാം പേജിലും, ജലാലൈൻ തഫ്സീർ 2-ാം വാല്യം 693-ാം പേജിലും, ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരി 13-ാം വാല്യം 116-ാം പേജിലും, മുഹമ്മദ് ഇബ്നു സുലൈമാനുൽ അഷ്ഖർ തഫ്സീറുൽ അശറുൽ അഖീർ മിനൽ ഖുർആൻ അതിൻ്റെ 65-ാം പേജിൽ അദ്ദേഹം അപ്രകാരം കണ്ണേറിനെ കുറിച്ചല്ല, ഒമിൻ ശരി ആശിനിൻ്റെ ആശുദാന അസൂയയെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നതെന്ന് പറഞ്ഞത്.
മുഹമ്മദ് സാലിമിന് ഹുസൈമീൻ അദ്ദേഹത്തിൻ്റെ മജ്മൂഉ ഫതാവ അതിൻ്റെ 5-ാം വാല്യം 238-ാം പേജിലും മറ്റുള്ള ഒരുപാട് മുഫസ്സിറുകളും അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഇനി ഹദീസുകൾ പരിശോധിച്ചാലും കണ്ണേറ് എന്ന് കാണാൻ കഴിയില്ല. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, ബിസ്മില്ലാഹി അർഖീക, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി മന്ത്രപ്രാർത്ഥന നടത്തുന്നു. വമിൻ കുല്ലി നഫ്സിൻ, എല്ലാ ശരീരത്തിൽ നിന്നും, താങ്കളോട് അസൂയയുള്ള എല്ലാ ശരീരത്തിൽ നിന്നും താങ്കൾക്ക് വേണ്ടി ഞാൻ മന്ത്രപ്രാർത്ഥന നടത്തുന്നു. ഔ ഐനിൻ ഹാസിദിൻ, അല്ലെങ്കിൽ അസൂയയുള്ള കണ്ണിൽ നിന്നും ഞാൻ മന്ത്രപ്രാർത്ഥന നടത്തുന്നു. ഇത് ഇമാം മുസ്ലിം 2186 നമ്പർ അയച്ച് ഉദ്ധരിച്ച ഹദീസ. ഇമാം ബുഖാരി 3371 നമ്പർ അയച്ച് ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, അഊദു ബി കലിമാത്തില്ലാഹി താമ്മത്തി, അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. സമ്പൂർണ്ണ വചനം എന്നതിന് ഒരുപാട് തർക്കങ്ങളുണ്ട്. അതിൽ അവസാനം എത്തിപ്പെട്ട് യാ റഹ്മാനു യാ റഹീം അത് വെച്ച് പ്രാർത്ഥിക്കലാണ് എന്നതാണ്. അഊദു ബി കലിമാത്തില്ലാഹി താമ്മത്തി, അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കലിമത്തുകൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു. മിൻ കുല്ലി ശൈത്താനിൻ, എല്ലാ പിശാചുക്കളിൽ നിന്നും. വഹാമത്തിൻ, എല്ലാ കൂമന്മാരിൽ നിന്നും അല്ലെങ്കിൽ വിഷജന്തുക്കളിൽ നിന്നും. ഒമിൻ കുല്ലി ഐനിൻ, എല്ലാ ദുഷ്ട കണ്ണിൽ നിന്നും. ലാമത്തിൻ, ദുഷ്ട. ഒമിൻ കുല്ലി ഐനിൻ ലാമ, ദുഷ്ട കണ്ണ് എന്ന് പറഞ്ഞാൽ അസൂയുള്ള കണ്ണിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. കാരണം എന്താ? അസൂയാലോ തൻ്റെ എതിരാളിയെ നശിപ്പിക്കാൻ വേണ്ടി പല വിധത്തിലും ശ്രമം നടത്തും. ചിലപ്പോൾ പോലീസിനെ വിട്ട് അവനെ ദ്രോഹിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിൽ അവനെ ദ്രോഹിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ കൊട്ടേഷൻ അയച്ചിട്ട് അവനെ ദ്രോഹിക്കാൻ ശ്രമിക്കും. അപ്പം ഈ നിലക്ക് കണ്ണേറ് എന്ന ഒരു പ്രയോഗം തന്നെ ഖുർആനിലോ ഹദീസിലോ കാണൂല. പിന്നെ ഇവരെന്താ ചെയ്തു വെച്ചാൽ കണ്ണേറിൻ്റെ ഹദീസൊക്കെ അസൂയ കണ്ണിൻ്റെ ഹദീസൊക്കെ കണ്ണേറാക്കി മാറ്റി എന്നതാണ് വസ്തുത. ഇനി വിശുദ്ധ ഖുർആന് നേരെ എതിരെയുള്ള അള്ളാനെ തോൽപ്പിക്കുമല്ലോ കണ്ണേറ്. അല്ല അതിനു ഹെക്കുൻ, കണ്ണ് ഹെക്കാണ്. അല്ല അതിന് പറഞ്ഞാൽ കണ്ണേറാണ് ഒരു അർത്ഥം. അപ്പോൾ അല്ല അതിന് പറഞ്ഞാൽ പ്രത്യേക കണ്ണ് മാരിഫാക്കിന്നുള്ളൂ. അപ്പം അറേസ് പറഞ്ഞാൽ തലയേറുന്ന അതിൻ്റെ അർത്ഥം. അല്ലിസാന്ന് പറഞ്ഞാൽ നാക്കേറുന്ന. അല്ല അൻഫ് പറഞ്ഞാൽ മൂക്കേറുന്ന. അപ്പോൾ അല്ല അതിനു ഹെക്കുൻ, ആ പ്രത്യേക കണ്ണുണ്ടല്ലോ, അത് അസൂയ നിറഞ്ഞ കണ്ണ്, അത് സത്യമാണ്. വലൗകാന ഷൈഉൻ സാബിഖൽ ഖദരി സബഖത്തുൽ ഐനു, അള്ളാഹുവിൻ്റെ വിധിയെ വല്ലതും മുൻകടക്കുമായിരുന്നെങ്കിൽ കണ്ണതിനെ മുൻകടക്കും, കണ്ണേറ് മുൻകടക്കും. അപ്പം കണ്ണേറിന് അള്ളാഹുവിനെ പോലും പരാജയപ്പെടുത്താൻ കഴിയും എന്നാണ് ഇമാം മുസ്ലിമിൻ്റെ 2188 നമ്പർ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അള്ളാഹുവിനെ മുൻകടക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. സൂറത്ത് യാസീനിലെ 40-ാമത്തെ വചനം നോക്കുക, കാണാം. സൂറത്ത് അംബിയായിലെ 27-ാം വചനം പരിശോധിച്ചാൽ അത് കാണാം. സൂറത്ത് അങ്കബൂത്തിലെ 4-ാം വചനം, സൂറത്ത് അൻഫാലിലെ 59-ാമത്തെ വചനം, വലാ യഹ്സബന്നല്ലദീന കഫറൂ സബഖൂ. നിഷേധികളായ ആളുകൾ വിചാരിക്കേണ്ടതില്ല എന്ത്? സബഖൂ, അവർ അള്ളാഹുവിനെ മുൻകടക്കാൻ കഴിയുമെന്ന് അവർ വിചാരിക്കേണ്ടതില്ല. ഇന്നഹും ലാ യുഅ്ജിസൂൻ, ഒരിക്കലും പടച്ചവനെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധ്യമല്ല. അപ്പോൾ ഒരു കണ്ണേറ് കൊണ്ട് ഒരാൾക്ക് ഒരു ദ്രോഹം വരുത്താൻ കഴിയൂല. കാരണം എന്താ? കണ്ണേറ് ഫലിക്കുമെന്ന വിശ്വാസം ശിർക്കാണ്, തനി ശിർക്ക്. കാരണം അദൃശ്യമായ നിലയിൽ ഖൈറും ഷർറും ചെയ്യാൻ അള്ളാഹുവിനെ കഴിയുള്ളൂ. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ, ഒരു പരിശോധന, ഒരു പരീക്ഷണം എന്ന നിലയിൽ നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് സൂറത്ത് അംബിയായിലെ 35-ാമത്തെ വചനം. വനുഅ്മിനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഈമാൻ കാര്യത്തിൽ അവസാനത്തെ ഏതാണ്? വനുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖൈറും ഷർറും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണെന്ന് വിശ്വസിക്കലേ. അത് അദൃശ്യമായ നിലയിലുള്ള ഖൈറും ഷർറാണ്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വിശ്വസിക്കുക. അത് നമ്മൾ കണ്ണേറുകാരൻ്റെ കണ്ണേറാൻ അംഗീകരിക്കുന്ന ആൾക്കാരുടെ വിശ്വാസം എന്താ?
കണ്ണേറ് കൊണ്ട് ഒരാളെ തോൽപ്പിക്കാൻ കഴിയും, ഒരാളെ തള്ളിയിടാൻ കഴിയും, ഒരു വീട് പൊളിക്കാൻ കഴിയും. നമ്മുടെ താജ്മഹലും കുത്തബ് മിനാറൊക്കെ ഉണ്ടാകാൻ പാടില്ല. ബുർജ് ഖലീഫയൊക്കെ എത്ര കോടിക്കണക്കിന് കണ്ണ് അതിന് ഏറ്റിട്ടതില്ല. അപ്പോൾ കണ്ണേറിന് ഫലം ഉണ്ടെങ്കിൽ താജ്മഹലൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് മാത്രം കണ്ണേറേറ്റതാണ് അതൊക്കെ. അപ്പം ഈ നിരക്ക് ഇസ്ലാമിൽ യാതൊരു ഇതുമില്ല. ഖൈറും ഷെറും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു താങ്കളെ ഒരു ദുരിതം ഏൽപ്പിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, അവനല്ലാതെ ആ ദുരിതം നീക്കം ചെയ്യുന്ന ഒരു ശക്തിയുമില്ല. വൈൻ യുരിദ്ക ബിഖൈരിൻ, മറിച്ചൊരു നന്മയാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിലോ ഫലാ റാദ്ദ ലിഫളിഹി, അവൻ്റെ അനുഗ്രഹത്തെ തടുക്കാൻ ഒരു ശക്തിയുമില്ല. അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തടുക്കാനോ അള്ളാഹുവിൻ്റെ അള്ളാഹു നമുക്ക് ഏൽപ്പിക്കുക ദുരിതത്തെ നീക്കം ചെയ്യാനോ ഒരാളെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പം കണ്ണേറൊക്കെ അതിനെതിരാണ്. ഹദീസിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത, പടച്ച തമ്പുരാനെ നീ നൽകിയതിന് തടയുന്നൊരു ശക്തിയുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞതിനെ നൽകുന്നൊരു ശക്തിയുമില്ല. നീ സുലൈമാനുൽ അഷ്കർ എന്ന് പറയുന്ന അദ്ദേഹം ഈ വിശുദ്ധന്മാരുടെ നേതാവും കൂടിയാണ്. അദ്ദേഹം ഈ കണ്ണേറ് പേടിച്ചിട്ട് എഴുതി വെക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് അതും കൂടി ഞാൻ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കിതാബത്തു മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. ചില ആൾക്കാർ പുതിയ പെരണ്ടാക്കുമ്പോൾ മുന്നിൽ എഴുതിയേക്കും മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. മാഷാ അല്ലാഹ് എന്നൊരു ഹദീസിൻ്റെ ഒരു മുറിയാണ്. മാഷാ അല്ലാഹു ഖാൻ വമാലം യശഅ യകുൻ. തബാറക്കല്ലാഹ് എന്ന ഒരു ആയത്തിൻ്റെ മുറിയാണ് തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പം ഇത് രണ്ടും കൂടി യേശുട്ടിക്കാണ്ട് പുതിയതുണ്ടാക്കിയതാണ്. അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത് എന്താ പറഞ്ഞത്? പിന്നെ കിതാബത്തു മാഷാ അല്ലാഹു വ തബാറക്കല്ലാഹ്, മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് എഴുതി വെക്കല് ഔ റസ്മു സൈഫിൻ ഔ സിക്കീനിൻ, അല്ലെങ്കിൽ വാളിൻ്റെയോ കത്തിയുടെയോ ചിത്രം വരഞ്ഞു വെക്കല് കണ്ണേറാട്ടാതിരിക്കാൻ വേണ്ടി. ഔ റസ്മു ഐനിൻ, അല്ലെങ്കിൽ കണ്ണിൻ്റെ ചിത്രം വരഞ്ഞു വെക്കല്. ഔ വലൽ ഖുർആൻ ബിശയ്യാറത്തി, അല്ലെങ്കിൽ വാഹനത്തിൽ ഖുർആൻ എഴുതി വെക്കല്. എന്തിനു വേണ്ടി അതൊക്കെ ചെയ്യുന്നത്? ഫൈന കുല്ല ഹാദിഹിൽ ഉമൂരി തുദ്ഫഉ ബിഅല്ലൈനു, ഈ വസ്തുക്കളൊക്കെ കണ്ണേറിന് തടുക്കുന്നവരെ വിശ്വാസം. ബൽ തകൂന മിന തമായിമിൽ മുഹറമ, പക്ഷേ ഇതൊക്കെ ഹറാമായ ഉറുക്കുകളിൽപ്പെട്ടതാകുന്നു. കാരണം ഉറുക്ക് കെട്ടല് ശിർക്കല്ലേ, ആ ശിർക്ക് ആ ഉറുക്കിൽപ്പെട്ടതാണ് ഇതാണെന്ന് അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ അശറുൽ അഖീരി മിനൽ ഖുർആനി അതിൻ്റെ 114 പേജിൽ അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ കണ്ണേറ് എന്ന് പറയുന്ന ഹൈന്ദവരുടെ വിശ്വാസമാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ടി വി ഇല്ല, കീഴൊന്ന് വയ്ക്കണം. മുമ്പുണ്ടായിരുന്ന അത് എപ്പോഴും ഞാൻ കേൾക്കുന്നൊരു പരസ്യമാണ്. ദൃഷ്ടിദോഷം ഇല്ലാതാക്കാൻ വേണ്ടി വലമ്പരി ശംഖ് സൂക്ഷിച്ചു വെക്കുക. ഹിന്ദുക്കളെ പരിപാടിയാണത്. ദൃഷ്ടിദോഷം ഇല്ലാതാക്കാം വലമ്പരി ശംഖ്. അങ്ങനെ ഓലെ വിശ്വാസമാണ്. അത് നമ്മളിക്കട് വന്നതാണ്. ഇതിനെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, വല്ലവനും ഒരു സമൂഹത്തെ അന്ധമായി അനുകരിച്ചുകൊണ്ട് അവരുടെ വിശ്വാസവും ആചാരവും ഉൾക്കൊണ്ടാൽ ഫഹുവ മിൻഹും, അത്തരക്കാർ അവരിൽപ്പെട്ടവർ തന്നെയാണെന്ന്. അപ്പം ഇതാണ് കണ്ണേറിനെ പറ്റി ചുരുക്കി പറയാനുള്ളത്. ഇനി ശകുനം നോക്കലാണ്. ശകുനം നോക്കുക എന്നുള്ളത് ശിർക്കാണ്. അത് മുശ്രിക്കീങ്ങളുടെ പരിപാടിയാണ്. ഖാലൂ ഇന്നാ തത്തയ്യർനാ ബിക്കും ലഇൻ ലം തൻതഹു ലനർജുമന്നകും വലയമസന്നകും മിന്നാ അദാബുൻ അലീം. സൂറത്ത് യാസീൻ പരിശോധിച്ചാൽ കാണാൻ കഴിയും. മുശ്രിക്കുകൾ പറഞ്ഞു ഇന്നാ തത്തയ്യർനാ ബിക്കും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ശകുനപ്പിഴ ദർശിച്ചിരിക്കുന്നു. ലൈലം തന്തഹോ, നിങ്ങൾ ഇതിൽ നിന്നും വിരമിക്കാത്ത പക്ഷം, നിങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്നും നിങ്ങൾ വിരമിക്കാത്ത പക്ഷം ലനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞു ഓടിക്കും.
അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് വേദനാജനകമായ ശിക്ഷയെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. മൂസാ നബിയോടും പറഞ്ഞിരുന്നു, വൈൻ തുസിബും സയ്യിഅത്തുൻ. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കൗമ്, ഫിറഔന്റെ ജനത, അവർക്കൊരു ദോഷം വന്നാൽ യത്തയ്യറൂ ബി മൂസാ വമൻ മഅഹു, മൂസാ നബിയെ കൊണ്ടും അദ്ദേഹത്തോടൊപ്പമുള്ളവരെ കൊണ്ടും ലക്ഷണം നോക്കും. ഇത് സൂറത്ത് അഅറാഫ് 131 വചനം. അപ്പൊ ഈ കണ്ണേറ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. പിന്നെ ഈ ലക്ഷണം നോക്കല്, ശകുനം നോക്കല് കണ്ണേറ് പോലെ ശിർക്കായ കാര്യം തന്നെയാണ്. അത് അള്ളാഹുവിൻ്റെ റസൂല് ആവർത്തിച്ച് 3 വട്ടം പറഞ്ഞു, അത്തീറത്തു ഷിർക്കുൻ, അത്തീറത്തു ഷിർക്കുൻ, അത്തീറത്തു ഷിർക്കുൻ. കണ്ണേറ് ഷിർക്കാണ്, ഷിർക്കാണ്, ഷിർക്കാണ്. ഇപ്പൊ ചിലപ്പോ ഭാര്യയും ഭർത്താവും കൊലായ്മയിലെന്ന് സംസാരിക്കുമ്പോൾ ഒരു പല്ലി കൊക്കുണ്ട്. പല്ലി കൊക്കിയ ഭാര്യ ഭർത്താവിനോട് പറയാം, ഒന്നും കൂടി പറയും, നിങ്ങളാ പറഞ്ഞത് പള്ളിയും കൂടി കൊക്കി, ശരിയാണെന്ന്. അപ്പം ഇതാണ് ഈ ജാതി അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അതുപോലെ ചില പക്ഷികൾ ശബ്ദിച്ചാൽ മരണം അടുത്തു നിന്നോ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ലക്ഷണമാണോ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഒരു കറുത്ത പട്ടി ഓടുന്നോ പെരയ്ക്കന്നെ മടങ്ങുക. അപ്പം ഇതാണ് കണ്ണേറെന്ന് പറയുന്നത്. പെരയിൽ നിന്ന് പുറത്ത് കയറുമ്പോൾ കാക്ക കാഷ്ടിച്ചു തലയിൽ, പിന്നെ അന്ന് യാത്ര പോയില്ല. അത് എന്താ ഒരു ദുശകുനാണെന്ന് ശകുനപ്പിഴയുടെ ലക്ഷണമായിട്ടോ കണക്കാക്കി. അപ്പം ഇതാണ്. അപ്പം റസൂലുള്ള പറഞ്ഞെന്താണ്? അത്തീറത്തു ഷിർക്കുൻ, ലക്ഷണം നോക്കൽ ഷിർക്കാണ്. ഇത് അബൂദാവൂദ്, തുർമുദി, ഇബ്നു ഹിബ്ബാനൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ലക്ഷണം നോക്കൽ ഷിർക്കായത്? എന്തുകൊണ്ടാണ് ഷിർക്കായത്? അത് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നുണ്ട്. ഇന്നമാ ജഅല ദാലിക ഷിർക്കൻ, ലക്ഷണം നോക്കൽ ഷിർക്കായത് എന്തുകൊണ്ട് മാത്ര ലിഇഅ്തിഖാദിഹിം, അവരുടെ വിശ്വാസം കാരണം. അവരുടെ വിശ്വാസം കാരണമാണ് ലക്ഷണം നോക്കൽ ഷിർക്കായത്. എന്ത് വിശ്വാസം? അന്ന ദാലിക യജ്ലിബു നഫ്അൻ ഔ യദ്ഫഉ ദർറൻ, തീർച്ചയായും അത് ആ ലക്ഷണം നോക്കപ്പെടുന്ന വസ്തു ഒന്നുകിൽ ഒരു ഉപകാരം വലിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തെ തടുക്കും. അപ്പം ഏതൊരു വസ്തുവിനെ പിടിച്ചാണോ നമ്മൾ ലക്ഷണം നോക്കുന്നത്, ശകുനം നോക്കുന്നത്, ആ വസ്തു ഒരു ഉപകാരം ചെയ്യും അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തെ തടുക്കും എന്ന വിശ്വാസം അതിലുള്ളത് കൊണ്ടാണ്. അപ്പം ജീവിതത്തിൽ നമുക്ക് അദൃശ്യമായ നിലയിൽ ഖൈറും ഷർറും ചെയ്യുന്ന അള്ളാഹുവാണ്. ആ വിശ്വാസം വിട്ടിട്ട് ലക്ഷണം നോക്കപ്പെടുന്ന വസ്തുവിനെ നാം ആ അധികാരം കൊടുത്തത് കൊണ്ടാണ് അത് ഷിർക്കായി തീർന്നത്. ഇനി ഒരാൾ ലക്ഷണം നോക്കുകയാണെങ്കിൽ, ഒരാൾ ലക്ഷണം നോക്കുന്നതിനൊക്കെ അതിന് അയാൾക്ക് മോചനം കിട്ടണമെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. തക്റഹു, താൻ വെറുക്കുന്ന ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കണ്ടാൽ ഫല്യഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹുമ്മ ലാ യഅതി മിൻ ഹസനാത്തിൻ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ നന്മകൾ കൊണ്ടുവരുന്നൊരു ശക്തിയുമില്ല. വലാ യദ്ഫഉ സയ്യിആത്തി ഇല്ലാ അൻത, നീയല്ലാതെ തിന്മകൾ തടയുന്നൊരു ശക്തിയുമില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. പിന്നെ കാലത്തിന് ദോഷം കാണുന്ന ആൾക്കാരുണ്ട്. കാലത്തിന് ദോഷം ഉണ്ടാവില്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ടാ. ഒരാൾ കള്ളുടിച്ചാണ്ട് വണ്ടി മറിഞ്ഞാൽ കാലത്തിൻ്റെ കേടാ, അതാ വ്യക്തിൻ്റെ ദോഷമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പിടിച്ച് ലാ തസുബ്ബു ദഹ്റ, കാലത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, പഴിക്കരുത്. ഫൈനല്ലാഹു ഹുവ ദഹ്ർ, തീർച്ചയായും അള്ളാഹുവാണ് കാലം, കാലത്തിന് മാറ്റം വരുത്തുന്നവൻ അള്ളാഹുവാണ്. ഇനി ഇബ്നു ഹജർ ഹൈത്തമി, ഷാഫി ഇമാമിൻ്റെ മദ്ഹബിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളുമായി നടക്കുന്നത്. പക്ഷെ അവരുടെ നേതാക്കന്മാർ പലപ്പോഴും അതിനെതിരെ പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ മുഫ്തിയാണ്, സമസ്തക്കാരുടെ മുഫ്തിയാണ് ഇബ്നു ഹജർ ഹൈത്തമി. അദ്ദേഹം പറഞ്ഞെന്താണ്? വഹുവ മിൻ ഹദിയിൽ യഹൂദി, ലക്ഷണം നോക്കുക എന്നത്, ശകുനം നോക്കുക എന്നത് യഹൂദികളുടെ സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. ലാ മിൻ ഹദിയിൽ മുസ്ലിമീനൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം, തൻ്റെ രക്ഷിതാവിങ്കൽ കാര്യങ്ങൾ ബരമേൽപ്പിച്ച് ജീവിക്കുന്ന
സത്യവിശ്വാസികളുടെ സ്വഭാവമല്ല ലക്ഷണം നോക്കല്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം ഷിയാക്കളാണ് മുഹറം 10 നാശാക്കിയത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അന്ന് വധിക്കപ്പെട്ടു, അതുകൊണ്ട് ആ ദിവസത്തെ നാശാക്കി. പക്ഷെ സമസ്തക്കാര് മുഹറം 1 മുതൽ 10 വരെ നാശാക്കി. ഷിയാക്കള് 10 നാശാക്കിയിട്ടുള്ളൂ. ഇവരെന്ത് സമസ്തക്കാരെന്താക്കി? മുഹറം 1 മുതൽ 10 വരെ നാശ്. അതാണ് അവരുടെ. അപ്പം ഇതാണ്. അപ്പം ഈ വിഷയം ഞാൻ രോഗശമനത്തിനുള്ള പ്രാർത്ഥന, റുക്കിയ ഷെറയല്ല. അത് ചില ആൾക്കാർ ഈ ജിന്നറക്കാനും കാശുണ്ടാക്കാനും ഒക്കെ വേണ്ടി ഉണ്ടാക്കിയതാണ് റുക്കിയ ഷെറയ്യ. അപ്പം ഈ റുക്കിയയിൽ ഞാൻ പ്രധാനപ്പെട്ട ഇവിടെ നടക്കുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കാരണം സമയം വൈകിയിട്ടുണ്ട്. പിന്നെ ഈ ശൈത്താൻ ഇറക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. ഇപ്പോൾ ഇവർ പറയാറുള്ളത് കണ്ണേറ് ഷെഹറ് പിശാജ് ഇറക്കല് ഇതിനൊക്കെയുള്ള മന്ത്രങ്ങൾ ഇസ്ലാമിൽ ഷറയായിട്ടുള്ളതെന്നാണ്. ഒരിക്കലും അല്ല. അതൊക്കെ ചില മന്ത്രവാദികൾ ഉണ്ടാക്കിയ മന്ത്രങ്ങളാണ്. അതാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. പിശാച് ഇറക്കാൻ ഇവർ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്? മന്ത്രവാദികൾ ഉണ്ടാക്കിയ ചില വചനങ്ങളാണ് ഇവരതിന് ഉപയോഗപ്പെടുത്തുന്നത്. അത് അള്ളാഹു റസൂൽ ഇറക്കിയതല്ല. അതുകൊണ്ട് ജാബിർ റളിയല്ലാഹു ഒരിക്കൽ നബിയോട് ചോദിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൻ നുശ്റത്തി, നുശ്റത്തിനെ കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. നുശ്റത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കയറി എന്ന് ഊഹിക്കപ്പെടുന്ന പിശാചിനെ മന്ത്രം കൊണ്ട് അടിച്ചുകൊണ്ട് ഇറക്കുന്നതിനാണ് നുശ്റത്ത് എന്ന് പറയാം. അത് മന്ത്രവാദികൾ ഇട്ട പേരാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചോദിച്ചു. ഫഖാല, അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അപ്പം മന്ത്രിച്ചുകൊണ്ടോ അടിച്ചുകൊണ്ടോ പിശാചിനെ ഇറക്കല് ഇസ്ലാമിൽ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ഫഖാല, അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹുവ മിൻ അമലി ശൈത്താൻ, അത് പിശാചിൻ്റെ വേറൊരു പണിയാണ്. അപ്പം ശൈത്താൻ ഇറക്കൽ ശൈത്താൻ്റെ പണി തന്നെയാണ്. അത് സുന്നത്തായ കാര്യമല്ല, പുണ്യകർമ്മമല്ല. പക്ഷേ പുണ്യകർമ്മം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ജനങ്ങളെ വഞ്ചിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഏതായിരുന്നാലും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഭക്തന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.